ലാസ്റ്റ് ഗ്രേഡ് റാങ്ക് ലിസ്റ്റിലുള്ളവർക്ക് നിയമനം നടത്തണമെന്ന ആവശ്യവുമായി മുട്ടിലിഴഞ്ഞും യാചിച്ചും വനിതാ ഉദ്യോഗാർത്ഥികൾ നടത്തിയ രാപ്പകൽ സമരം ഓർമ്മയുണ്ടോ? ഉറക്കമൊഴിച്ചു പഠിച്ചു നേടിയ ജോലിക്കായി ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റ് റോഡിൽ നടത്തിയ ശയന പ്രദക്ഷിണത്തിനും നമ്മൾ സാക്ഷിയാണ്. ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ട കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ എവിടെയാണ്? ചെയർമാനടക്കം 21 പേരുടെ അംഗബലമുള്ള കേരള PSCയുടെ പ്രവർത്തന സുതാര്യത എത്രത്തോളമാണ്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ തന്നെ അട്ടിമറിക്കുന്ന തരത്തിൽ കേരളത്തിൽ നടക്കുന്ന PSC കോഴ നിയമനങ്ങൾ തന്നെയാണ് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം. കോഴ നൽകി ജോലി വാങ്ങിയെടുത്ത് 2 ലക്ഷം രൂപയോളം മാസവരുമാനം വാങ്ങി പെൻഷനടക്കം മരണം വരെ സകല ആനുകൂല്യങ്ങളും കൈപ്പറ്റി അധികാര പദവിയിലിരിക്കുന്ന ദാസന്മാർക്ക് എങ്ങനെയാണ് അഭ്യസ്തവിദ്യരായ തൊഴിൽ രഹിതരായ ചെറുപ്പക്കാർക്കു വേണ്ടി സുതാര്യമായ നിയമന നടപടികൾ നടത്താൻ സാധിക്കുക?